നമ്മളിപ്പോൾ ഉള്ളത് ഹഡ്സൺസ് ബേയിലാണ് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ എന്താ പറയുക, ഏറ്റവും വലുതെന്നല്ല, ഏറ്റവും പഴയ ഷോപ്പുകളിലൊന്നാണ് കാനഡയിലെ. ഇപ്പോൾ അവിടെ ലിക്വിഡേഷൻ സെയിൽ നടക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എല്ലാ സ്റ്റോഴ്സും ക്ലോസ് ചെയ്യുകയാണ്. 80 സ്റ്റോഴ്സോ മറ്റോ മൊത്തം ഉണ്ട് അവർക്ക് കാനഡയിൽ. ത്രൂ ഔട്ട് കാനഡ അവർക്കുണ്ട്. അപ്പോൾ അതെല്ലാം ക്ലോസ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ അവരെല്ലാ ഐറ്റംസും വിറ്റഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ കടകാലിയാക്കൽ എന്ന് പറയുന്ന അതേ സംഭവം തന്നെ. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ അവസാനത്തെ 2 ദിവസമാണ് ഇപ്പോൾ ഇത് കേട്ടോ. ഞാൻ ഇടയ്ക്ക് വരാറുണ്ട്. കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ വന്നു പോകാറുണ്ടായിരുന്നു. ഇവിടെ എല്ലാം ഇപ്പോൾ സെയിലിലാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ എല്ലാം കാലിയായി. ഞാൻ കാണിച്ചു തരാം. ഹഡ്സൺസ് ബേ അല്ലെങ്കിൽ ദ ബേ എന്ന് ഇതിനെ പറയാറുണ്ട് കേട്ടോ. 355 വർഷമായിട്ടുള്ളൊരു സ്ഥാപനമാണ്. അപ്പോൾ അത്രയും വർഷത്തെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. നമ്മൾ ഇന്നും ഇന്നലെയും വന്നവരെ പോലെയല്ല, പണ്ടേ ഇവിടെയുള്ളവർക്ക് ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഉണ്ട്. കാരണം ഞാനിവിടെ നടക്കുന്ന നേരത്ത് ഒരുപാട് പേര് പറയുന്ന കേട്ടു ദ ബേ ഈസ് നോ മോർ എന്നുള്ളത്. പിന്നെ നമ്മളുടെ അടുത്തും പറഞ്ഞു, നിങ്ങളൊന്നും ജനിച്ചിട്ട് കൂടി ഉണ്ടാവില്ല, ആ ടൈമിൽ തുടങ്ങിയ ഞങ്ങളുടെ ഒരു കണക്ഷനാണ് ഈ സ്റ്റോറുമായിട്ട്, നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല എന്നൊക്കെ അവർ പറഞ്ഞു എൻ്റെ അടുത്ത്. ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ ഇവിടെ അത്യാവശ്യം എല്ലാം നിറച്ച സാധനങ്ങളായിരുന്നു കേട്ടോ. ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ കാണുമ്പോൾ എല്ലാം എം ടി ആയിട്ട് കിടക്കുന്ന കാണുമ്പോൾ നമുക്കും ചെറിയൊരു വിഷമമുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ആ ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ പോലും വിൽക്കാട്ടിരിക്കുകയാണ് കേട്ടോ, ആ ഷെൽഫും എല്ലാം. അപ്പോൾ ദ ബേ ഈസ് നോ മോർ അല്ലേ.